നമസ്കാരം. മറ്റൊരു വിവാഹം കഴിക്കാനും കാമുകനെ ഒഴിവാക്കാനും ഗ്രീഷ്മ നടത്തിയ ശ്രമം അതാണ് ഷാരൂണിന്റെ വധത്തിൽ കലാശിച്ചത്. ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് തന്റെ ജാതകദോഷം മാറുന്നതിന് ഷാരൂണിനെ രഹസ്യമായി വിവാഹം ചെയ്ത് ഗ്രീഷ്മ കൊലപ്പെടുത്തിയതെന്ന കുടുംബത്തിന്റെ മൊഴി പോലീസ് കണക്കിലെടുത്തതുമില്ല. അതേസമയം ഒരു ബോൺ ക്രിമിനലിന്റെ ആറ്റിറ്റ്യൂഡാണ് ഗ്രീഷ്മ തുടക്കം മുതൽ തന്നെ കാണിച്ചതെന്നാണ് ഷാരൂണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൻ രാജ് പറഞ്ഞത്. കോടതി വിധിയിൽ തങ്ങൾ സമ്പൂർണ്ണ തൃപ്തരാണെന്നുമാണ് ഷിമോണ് പ്രതികരിക്കുന്നത്. തങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന തെളിവുകളെല്ലാം പോലീസിന് കൈമാറിയിരുന്നു. അതേപോലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അവരും ഒരുപാട് തെളിവുകൾ ശേഖരിച്ചു. അതിനാലാണ് ഇങ്ങനെ ഒരു വിധി നേടാൻ സാധിച്ചത്. പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് സത്യമാണ്. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണ തന്നെയാണ് ലഭിച്ചത്. അതിനുശേഷം പാറശാല പോലീസും സഹായിച്ചു. ഒരു ബോൺ ക്രിമിനലിന്റെ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നത്. വിചാരണ സമയത്തായാലും ഞങ്ങൾ പോകുമ്പോൾ അവർ അവിടെയുണ്ട്. 100% മരണനിരക്കുള്ള വിഷമാണ് ഷാരൂണിന് നൽകിയത്. അത് കൃത്യമായി പരിശോധിച്ചാണ് ഈ വിഷം ഗ്രീഷ്മ തിരഞ്ഞെടുത്തത്. ഗ്രീഷ്മയ്ക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് ഷാരൂണിന്റെ മരണത്തിന് ശേഷം നടന്ന അന്വേഷണങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ടെന്നുമാണ് ഷിമോൻ രാജ് പറഞ്ഞത്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച കോടതി പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നും വാദം പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതിയും പറഞ്ഞിരുന്നു. അതേസമയം വിധിയിൽ സന്തോഷമെന്ന് ഷാരൂണിന്റെ സുഹൃത്ത് റിജിനും പ്രതികരിച്ചിരിക്കുകയാണ്. റിജിന്റെ സാക്ഷിമൊഴിയാണ് ഈ കേസിൽ നിർണായകമായത്. ബഹുമാനപ്പെട്ട കോടതിക്ക് ആദ്യം നന്ദി പറയുന്നു. ഇത്രയും ദ്രോഹിച്ചു കൊന്ന അവൾക്ക് തൂക്കുകയർ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് റിജിൻ പറഞ്ഞത്. സാക്ഷിമൊഴി നൽകിയപ്പോഴെല്ലാം ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്നും റിജിൻ പ്രതികരിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം വീണ്ടും ഓർത്തെടുക്കുകയാണ് റിജിന്. അന്ന് അവളുടെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ ഛർദ്ദിച്ചുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നത്. 2-3 വട്ടം ഛർദ്ദിച്ചു. കഷായവും ഫ്രൂട്ടിയും തന്നു. അവൾ എന്നെ ചതിച്ചു എന്നും പറഞ്ഞു. അവൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവളെ. മരിക്കുമെന്ന് അവനും വിചാരിച്ചില്ല. അവസാനം വരെ അവളെ വിശ്വാസമുണ്ടായിരുന്നു. ഈ ഗതി വേറെ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്നാണ് റിജിൻ പറഞ്ഞത്. വെള്ളമിറക്കാൻ പോലും വയ്യാതെ 11 ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോഴും ഷാരൂൺ ഒരിക്കൽ പോലും ഗ്രീഷ്മയെ കൈവിട്ടിട്ടില്ല. വിശ്വാസ വഞ്ചനയാണ് ഗ്രീഷ്മ കാണിച്ചത്. സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരൂണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തെളിവുകൾ ഒപ്പമുണ്ടെന്ന് പ്രതി അറിഞ്ഞില്ലെന്നും ജ്യൂസ് ചലഞ്ച് വധശ്രമമായിരുന്നുവെന്നും തെളിഞ്ഞുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിവാഹം ഉറപ്പിച്ച ശേഷവും ഗ്രീഷ്മയ്ക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഷാരൂണുമായി ലൈംഗിക ബന്ധം നടത്തിയെന്ന് തെളിഞ്ഞുവെന്നും വിധി ന്യായത്തിൽ പറയുന്നുണ്ട്. ബന്ധം അവസാനിപ്പിക്കാൻ വിഷം കൊടുത്തു കൊന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ 2ാം പ്രതിയായ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു. 3ാം പ്രതി അമ്മാവൻ നിർമ്മലകുമാറിന് 3 വർഷം തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത്.